നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഷണ മുതലിൽ നിന്ന് 2,94,000 രൂപ റിജോ ആന്റണി നൽകിയത് സഹപാഠിക്കാണ്. അന്നാട് സ്വദേശിയായ ഇയാളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയത് എന്നാണ് വിവരം. ബാങ്കിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും മധ്യഭാഗത്തായി ഇരുന്ന 3 കെട്ട് നോട്ടുകൾ മാത്രമാണ് റിജോ എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ തന്നെ പണം ഏറ്റവും കൂടുതലും ഏറ്റവും പെട്ടെന്ന് ആവശ്യമുള്ള ആരോ ആണ് ഈ കുതന്ത്രം നടത്തിയത് എന്ന പോലീസിന് വ്യക്തമായിരുന്നു. റിജോയെ പോലീസ് പിടിച്ചത് കണ്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്കാണ് പാഞ്ഞെത്തിയത്. ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകുകയും ചെയ്തു. മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നത് എന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു. 3 തവണ വസ്ത്രം മാറി ഭീഷണിപ്പെടുത്തിയ കത്തി ഗൾഫിൽ നിന്നാണ് ഇയാൾ വരുത്തിച്ചത്. അറസ്റ്റ് കുടുംബ സംഗമത്തിനിടെയാണ്. ഞെട്ടിയിരിക്കുകയാണ് സത്യത്തിൽ റിജോ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്തു ചെയ്തു എന്നാണ് പ്രധാന ചോദ്യം. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല. ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത്. പ്രതിയുടെ ചിന്ത ഈ വഴിക്കാകുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത്. ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലും ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. മാത്രമല്ല, മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായി. ഇയാൾ സഞ്ചരിച്ചിരുന്ന റൂട്ടിൽ ചില CCTV ദൃശ്യങ്ങൾ ഇയാൾ ഉണ്ടാകും, എന്നാൽ ചിലയിടങ്ങളിൽ ഇയാൾ ഉണ്ടാകില്ല. സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ CCTVയിൽ നിന്ന് മറിഞ്ഞ് സഞ്ചരിച്ചത് എന്ന് സംബന്ധിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു. പ്രധാന വഴികളിലെ CCTVയിൽ നിന്ന് ഒളിഞ്ഞ് പ്രതി സഞ്ചരിച്ച ഊടുവഴികളിലൂടെയായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. ഈ ഊടുവഴികളിൽ ഉണ്ടായിരുന്ന ചില CCTVകളിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ പോലീസ് ഊടുവഴികൾ ചുറ്റിപ്പറ്റി അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു.